നമസ്കാരം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഐസൊലേഷൻ ഓഫ് DNA വേർതിരിച്ചെടുക്കുന്നത്. അടുത്തത് എന്താണ്? ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഇത് നമ്മൾ കണ്ട കാര്യമാണ്. എങ്ങനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകൾ ഈ DNA കട്ട് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് എന്താണ്? DNA ഫ്രാഗ്മെൻറ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ആ ഒരു സ്പെസിഫിക് DNA ഫ്രാഗ്മെൻറ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, വേർതിരിച്ചെടുക്കുന്നു. ഇനി DNA ഒരു വെക്ടറുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നു യൂസിങ് ലിഗേസ് എൻസൈം ലിഗേസുകൾ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിക്കുന്നു. അടുത്തതെന്താണ്? റീകോമ്പിനൻ്റ് DNA ഒരു ഹോസ്റ്റിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? ഈ ഹോസ്റ്റ് സെല്ലിനകത്ത് എന്തുണ്ട്? ഇപ്പോൾ റീകോമ്പിനൻ്റ് DNA ഉണ്ട്. അതുണ്ടാക്കുന്ന പ്രോട്ടീനാണ് റീകോമ്പിനൻ്റ് പ്രോട്ടീൻ. അതിനെ ഒരു ലാർജ് സ്കെയിലായിട്ട് ഈ ഹോസ്റ്റ് സെല്ലിനെ കൾച്ചർ ചെയ്ത് ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയലിനെ നമുക്ക് അല്ലെങ്കിൽ DNA എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം? താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ട് ആ ലിങ്ക്. അതിനകത്ത് നമുക്ക് വീട്ടിലെങ്ങനെ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോയാണ്. നിങ്ങളത് ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്കറിയാം, ഇനി നമ്മൾ പറയാൻ പോകുന്ന എൻസൈമുകൾക്കും കെമിക്കൽസിനൊക്കെ പകരമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് എന്തിനൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. ഇനി ന്യൂക്ലിക് ആസിഡാണ് എല്ലാ ഓർഗാനിസംസിൻ്റെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മജോറിറ്റി ഓഫ് ഓർഗാനിസംസിലും എന്തായിരിക്കും? DNA ആണ് ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. DNA റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്യുവർ ഫോമിലായിരിക്കണം. അതായത് ഒരു സെല്ലിനകത്ത് ഇഷ്ടംപോലെ മറ്റ് പദാർത്ഥങ്ങൾ കാണും, മാക്രോ മോളിക്യൂൾസൊക്കെ കാണും. അവയെല്ലാം മാറ്റി മെംബ്രെയിൻ ഐസൊലേറ്റ് മാറ്റിയെടുക്കുക, ഡൈജസ്റ്റ് ചെയ്തെടുക്കുക, അവസാനം DNA മാത്രമായി അവശേഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെംബ്രെയിൻസിനെയും മറ്റ് ഭാഗങ്ങളെയും ഒക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പല എൻസൈമുകൾ ഉപയോഗിച്ചിട്ട് സെല്ലിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്ലാന്റ്സ് ആണെങ്കിൽ സെല്ലുലോസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സെല്ലുലൈസ് എൻസൈം ഉപയോഗിക്കുന്നു. ഫംഗസുകളാണെങ്കിൽ കൈറ്റനൈസ് എൻസൈം ഉപയോഗിക്കുന്നു. ഇനി നമുക്കറിയാം, ഈ ജീനുകളെന്ന് പറയുന്നത് DNA അകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന പാർട്ടാണെന്ന് നമുക്ക് അറിയാം. ഇനി ഈ DNA എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻസും ഹിസ്റ്റോൺസും ഒക്കെ ആയിട്ട് ഇൻ്റർവൈൻഡ് ആയിരിക്കും, കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി അതേപോലെ RNA നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈബോന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കാം. പ്രോട്ടീൻസ് ആണെങ്കിൽ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തുകയാണെങ്കിൽ പ്രോട്ടീൻസ് ഡൈജസ്റ്റഡ് ആയി പോയിക്കോളും. അങ്ങനെ എല്ലാ മോളിക്യൂൾസിനെയും റെലവൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എൻസൈമുകൾ ഉപയോഗിച്ചൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ DNA മാത്രമായിട്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് കിട്ടും. ഇനി ഈ പറയുന്ന സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചിൽഡ് എഥനോൾ ആഡ് ചെയ്യുമ്പോഴേക്കും DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്തതായിട്ട് കാണാം. ഇത് നമുക്ക് നമ്മൾ ഹോമിൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മിക്സ്ചറാണ് DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സ്പൂൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന DNA നമുക്കതിനെ വേർതിരിച്ചെടുത്ത് സ്പൂൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി DNA നമുക്കിപ്പോൾ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിനകത്തുണ്ടാകും, പക്ഷേ അതേതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കിനി അതിനെ സ്പെസിഫിക് ലൊക്കേഷനിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പ്യൂരിഫൈഡ് DNA റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് ഒന്നിച്ച് റെസ്ട്രിക്ഷൻ എൻസൈമുകളുമായി ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കണം. അതിന് ആ റെസ്ട്രിക്ഷൻ എൻസൈമിന് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമൽ കണ്ടീഷൻസിൽ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുന്നു.
അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ചെയ്യും. ദേ ആർ മോളിക്കുലർ സീസേഴ്സ്, ദേ വിൽ കട്ട് അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ് അല്ലേ. അതിനുശേഷം അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് പെർഫോം ചെയ്യുന്നതും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഡൈജഷൻ നടന്നു, നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് കിട്ടിയോ എന്ന് നമുക്കതിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. നമ്മളിത് നേരത്തെ ഈ പറയുന്ന അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ കണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? വെക്റ്റർ DNAയിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം സെയിം പൊസിഷൻസിൽ സെയിം ലൊക്കേഷനിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടിരിക്കും. ഇനി DNA എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം? നമ്മൾ കേട്ടു, ഇത് ലിഗേസ് എന്ന് പറയുന്ന എൻസൈമുകൾ ഉപയോഗിച്ചിട്ടാണ് DNAയെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. നമ്മളത് കേട്ട കാര്യമാണ്. അപ്പോൾ DNAയെയും അതേപോലെ വെക്റ്റർ DNAയെയും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടിനെയും കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ ലിഗേസ് എന്ന് പറയുന്ന എൻസൈമുകളുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നു? അവിടെ ജോയിനിങ് ഓഫ് റീകോംബിനൻ്റ് DNA ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് വെക്റ്റർ ഇത് നടക്കുന്നു. അങ്ങനെ നമുക്കൊരു റീകോംബിനൻ്റ് DNA കിട്ടുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പാർട്ടാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് നമ്മളിപ്പോൾ ഈ കോവിഡ് കാലത്ത് ധാരാളമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും കേൾക്കുന്ന കാര്യമാണ് PCR ടെസ്റ്റുകളെന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ കൈവശം വളരെ കുറച്ച് അല്ലെങ്കിൽ 1-2 ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. ഇവയെ നമുക്കൊരു ബില്യൺ കോപ്പികളാക്കി അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ബില്യൺ കോപ്പികളായിട്ട് ഇതിനെ എൻഹാൻസ് ചെയ്തെടുക്കാൻ, ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഈ പറയുന്ന മെത്തേഡാണ് PCR എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്കിവിടെ ആവശ്യമാണ്. അത് ഇൻവിട്രോ സിന്തസിസ് എന്ന് പറയുന്നത്, ഇവിടെ ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓർഗാനിസത്തിന് വെളിയിൽ ആണ് നമ്മളിത് ചെയ്തത് അല്ലേ. അപ്പോൾ വെളിയിലാണെങ്കിൽ അതിനെയാണ് ഇൻവിട്രോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 സെറ്റ് പ്രൈമറുകൾ ആവശ്യമാണ്. ഒരു ഫോർവേഡ് പ്രൈമറും ഉണ്ടാവും, ഒരു റിവേഴ്സ് പ്രൈമറും ഉണ്ടാവും. ഈ 2 സെറ്റ് പ്രൈമറിൽ എന്തൊക്കെയാണ്? ഈ പ്രൈമർ എന്ന് വെച്ചാൽ എന്താണ്? ഒലിഗോ ന്യൂക്ലിയോടൈഡുകൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒലിഗോ ന്യൂക്ലിയോടൈഡുകളെയാണ് പ്രൈമറുകളെന്ന് പറയുന്നത്. ഈ പ്രൈമറുകൾ ഒലിഗോ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? DNA-യുടെയോ RNA-യുടെയോ ചെറിയ സീക്വൻസ്, അതായത് ഒരു 20 ബേസ് പെയറിനേക്കാളും സാധാരണഗതിയിൽ ചെറുതായിട്ടുള്ള ഷോർട്ട് സീക്വൻസ് ഓഫ് RNA ഓർ DNA ആണ് ഒലിഗോ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒലിഗോ ന്യൂക്ലിയോടൈഡുകളെയാണ് നമ്മളിവിടെ പ്രൈമറുകളെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഒലിഗോ ന്യൂക്ലിയോടൈഡുകൾ അല്ലെങ്കിൽ പ്രൈമറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന DNA പോളിമറൈസ് എൻസൈം, അതോടൊപ്പം ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന PCR എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നു. ഇത് ധാരാളം പ്രാവശ്യം, സാധാരണഗതിയിൽ ഒരു 30-35 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ബില്യൺ ടൈംസ്, ഒരു ബില്യൺ കോപ്പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബില്യൺ കോപ്പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ ആദ്യം കേട്ടു. ഒന്ന് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ PCR മെഷീൻ. അഫ്കോഴ്സ് PCR മെഷീൻ നമുക്കവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ 2 സെറ്റ് പ്രൈമറുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. പ്രൈമറുകൾ ആവശ്യമാണ്. പിന്നെ വേണ്ടത് എന്താണ്? ഒരു തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എന്ന് വെച്ചാൽ എന്താണ്? തെർമോസ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചറിനെ, ഹൈ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറൊക്കെ വന്നാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു DNA പോളിമറൈസ്. സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിൽ DNA പോളിമറൈസേഷൻ നടക്കുമ്പോൾ, കോപ്പികൾ ഉണ്ടാകുമ്പോൾ, DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും ടെമ്പറേച്ചറിലാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ റിയാക്ഷൻ പെർഫോം ചെയ്യുന്നത്, PCR പെർഫോം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്പെഷ്യലി സ്യൂട്ടബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് എൻസൈം ആവശ്യമാണ്. ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള പോളിമറൈസ് എൻസൈം ആവശ്യമാണ്. ഇവിടെ ഉപയോഗിക്കുന്നതാണ് ടാക്ക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. ഇതിനെ തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഇതിനെ വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഹോട്ട് സ്പ്രിങ്സിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ പറയുന്ന ബാക്ടീരിയ ഹൈ ടെമ്പറേച്ചറിലാണ് താമസിക്കുന്നത്, ഹൈ ടെമ്പറേച്ചറുള്ള എൻവയോൺമെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഈ പറയുന്ന ടാക്ക് പോളിമറൈസ് എന്ന് പറയുന്ന പോളിമറൈസ് എൻസൈമിന് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള
കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന DNA പോളിമറൈസ് എൻസൈമായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഈ PCR-നകത്ത് നടക്കുന്നത് ബേസിക്കലി എന്താണ്? ഈ PCR-നകത്ത് നടക്കുന്ന റിയാക്ഷൻ DNA റെപ്ലിക്കേഷൻ. DNA അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കുന്നു. നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? DNA പോളിമറൈസ് എൻസൈം ആവശ്യമാണ്. ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം എന്ന് പറഞ്ഞു. ഈ പോളിമറൈസ് എൻസൈം തെർമസ് അക്വാറ്റിക്സ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയിൽ നിന്നെടുക്കുന്ന പോളിമറൈസ് എൻസൈം നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താണെന്നും നമ്മൾ കേട്ടു അല്ലേ? ഇൻ ഓർഡർ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ അല്ലേ? അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പറയുന്ന റിയാക്ഷൻ ഏകദേശം 30-35 സൈക്കിൾ വരെ 30 സൈക്കിൾസൊക്കെ അതിനെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നു. സാധാരണഗതിയിൽ നമുക്കിതിന് 5 കമ്പോണൻസ് വേണം. ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കമ്പോണൻ്റാണ് ഈ പറയുന്ന PCR മെഷീൻ എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ടെംപ്ലേറ്റ് DNA, അതായത് ഏത് DNA ആണോ നമുക്ക് എണ്ണം വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്, കോപ്പി ചെയ്തെടുക്കേണ്ടത് ആ DNA. ഇവിടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ? ടാർഗറ്റ് DNA എന്നൊക്കെ പറയാം. രണ്ടാമത്തത് ടാക് പോളിമറൈസ് എൻസൈം. അതേപോലെ ഒരു ബഫർ ആവശ്യമാണ്. ഈ ബഫർ എന്ത് ചെയ്യുന്നുണ്ട്? DNA പോളിമറൈസ് എൻസൈമിനെ ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ കെമിക്കൽ എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സ്യൂട്ടബിളായിട്ടുള്ളൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബഫറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ പറയുന്ന pH എന്ന് പറയുന്ന ഏകദേശം 8-നും 9.5-നും ഇടയ്ക്കായിട്ടായിരിക്കും സാധാരണഗതിയിൽ pH ഉള്ളത്. ഇനി അതുപോലെ പോളിമേഴ്സ്, നമ്മൾ കേട്ടു പോളിമർ എന്ന് പറഞ്ഞ് 2 സെറ്റ് പോളിമർ പ്രൈമറുകളെന്ന് പറഞ്ഞ് കേട്ടു. ഈ പ്രൈമറുകളെന്ന് പറയുന്നത് എന്താണ്? 2 സെറ്റാണ്. ഒന്ന് ഫോർവേഡും ഒന്ന് റിവേഴ്സും ആയിരിക്കും. പ്രൈമറുകൾ എന്താണെന്ന് നമ്മൾ കേട്ടു അല്ലേ? ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്, ഒലിഗോന്യൂക്ലിയോടൈഡ് ഫ്രാഗ്മെൻറ്റുകളാണ്. അത് DNA സീക്വൻസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന DNA സീക്വൻസുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അതിൻ്റെ സ്ട്രാൻഡുകളുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഫ്രീ 3' OH ഗ്രൂപ്പിനെ പ്രൊവൈഡ് ചെയ്യുക. പോളിമറൈസിന് DNA പോളിമറൈസ് എൻസൈമുകൾക്ക് DNTPസുമായിട്ട് DNTPസിനെ ആഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീ OH 3' OH ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ DNTPs എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റുകളെന്ന് പറയും. അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഡിയോക്സി റൈബോസ് ഗ്രൂപ്പ്, ഷുഗർ, അതുപോലെ നൈട്രോജനസ് ബേസ്, ഇവയടങ്ങിയതാണ് DNTPs എന്ന് പറയുന്നത്. ഇനി ബാക്കി ഫൈനൽ വോളിയം മേക്കപ്പ് ചെയ്യുന്നത് വാട്ടർ ഉപയോഗിച്ചിട്ടാണ്. ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ ആണ്. ഓക്കെ, ഇത് ഇവിടെ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല, എക്സ്റ്റൻഷൻ അല്ല ഇവിടെ നമ്മളത് എക്സ്റ്റൻഷൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് ഡീനാച്ചുറേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് DNA, നമുക്ക് ബില്യൺ കോപ്പീസ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ടാർഗറ്റ് DNA ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയാം കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ ഹൈഡ്രജൻ ബോണ്ടുകൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നമുക്ക് ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടു ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ് അല്ലേ? 94 to 96 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ സാധാരണഗതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ നമ്മളതിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് അത് 2 സ്ട്രാൻഡും സിംഗിൾ സ്ട്രാൻഡുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൈജഷൻ ഓഫ് DNA എന്നൊക്കെ പറയും. ഓക്കെ, ഈ DNA രണ്ടും സെപ്പറേറ്റ് ചെയ്ത് മാറുന്നു, 2 സിംഗിൾ സ്ട്രാൻഡായിട്ടുള്ള മോളിക്യൂൾസ് സ്ട്രാൻഡുകളായിട്ട് മാറുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനീലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അനീലിംഗിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 45-നും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ഇവിടെ പ്രൈമറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രാൻഡുകളുടെ കോംപ്ലിമെൻ്ററി റീജിയൻസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, 3'5' എൻഡിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് സ്മോൾ സെറ്റ് ഓഫ് പ്രൈമറുകൾ എന്നൊക്കെ നമ്മൾ ആദ്യം കേട്ട കാര്യം. പ്രൈമറുകൾ ഒലിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടു അല്ലേ? ഇതാണ് 2 സെറ്റ് പ്രൈമറുകൾ, ഒന്ന് ഫോർവേഡ് പ്രൈമറും ഒന്ന് റിവേഴ്സ് പ്രൈമറും. ഓക്കെ, ഈ പ്രൈമറുകളെ ഇത് ബൈൻഡ് ചെയ്യുന്നു. ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? ഇതിൻ്റെ ടാർഗറ്റ് DNA സെപ്പറേറ്റ് ചെയ്ത 2 സ്ട്രാൻഡുകളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു?
അടുത്ത സ്റ്റെപ്പിൽ എക്സ്റ്റൻഷൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് ടെമ്പറേച്ചറിൽ നമ്മൾ വീണ്ടും ഇവിടെ ടെമ്പറേച്ചർ ഒരല്പം കൂടി ഉയർത്തുന്നു. പക്ഷേ നേരത്തെ കണ്ട ആദ്യത്തെ സ്റ്റെപ്പിനെ അത്രയും ടെമ്പറേച്ചർ 95 ഡിഗ്രി സെൽഷ്യസ് വരെയൊന്നും നമുക്ക് എത്തിക്കേണ്ട. ഇവിടെ ഒരു 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടാക് പോളിമറൈസ് എൻസൈം ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഈ ടാക് പോളിമറൈസ് എൻസൈം ഇവിടെ ബൈൻഡ് ചെയ്യുകയും ഫോസ്ഫേറ്റ് ബാക്ക് ബോണുകളെ ഈ പറയുന്ന കോംപ്ലിമെൻ്ററി സ്റ്റാൻഡുകളുമായിട്ട് പ്രൈമർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് അവയെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. 2 ഡയറക്ഷനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുന്നു. ഈ പറയുന്ന പ്രൊസീജിയർ കഴിയുമ്പോൾ നമുക്ക് 2 സ്ട്രാൻഡ് കിട്ടും. ഇവിടെയും ഒരു കംപ്ലീറ്റഡ് സ്ട്രാൻഡ് കിട്ടും, ഇവിടെയും ഒരു കംപ്ലീറ്റഡ് സ്ട്രാൻഡ് കിട്ടും. ഇനി ഈ സിംഗിൾ സൈക്കിൾ കഴിയുമ്പോൾ 2 സ്ട്രാൻഡ് കിട്ടി. ഇത് നമുക്കൊരു 30 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും സ്ട്രാൻഡുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. 30 സൈക്കിളുകൾ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 1 ബില്യൺ കോപ്പീസ് ഓഫ് ടാർഗറ്റ് DNA കിട്ടും. ഓക്കെ, ഇതിൻ്റെ റെലവൻസൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് PCR എന്ന് പറയുന്നത്. ഓക്കെ.